ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് 4-0 PSG-ക്കെതിരെ പരാജയപ്പെട്ടതിന് ശേഷം ആ ഒരു മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു ലയണൽ മെസ്സി. സെക്കൻഡ് ഹാഫിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആ ഒരു മാച്ച് പരാജയപ്പെട്ടതിന് ശേഷം MLS പോയിട്ട് ഒരു പീക്ക് പെർഫോമൻസ് ആണ് ലയണൽ മെസ്സി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണം MLS അതിനുശേഷം നടന്ന 3 ഇന്റർ മിയാമിയുടെ മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് മോൺട്രിയലിന്റെ കൂടെയുള്ള ഇന്റർ മിയാമി vs മോൺട്രിയൽ മാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലയണൽ മെസ്സി 2 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്റർ മിയാമി vs ന്യൂ ഇംഗ്ലണ്ട് മാച്ചിൽ 2 ഗോളുകൾ ലയണൽ മെസ്സി സ്കോർ ചെയ്തു. അതിനുശേഷം ഇന്റർ മിയാമി vs നാഷ്വില്ലെ മത്സരത്തിൽ അതിനുശേഷം ലയണൽ മെസ്സി 2 ഗോളുകൾ സ്കോർ ചെയ്തു. അങ്ങനെ അവസാനത്തെ MLS-ലെ 3 ഇന്റർ മിയാമിയുടെ മാച്ചിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6 ഗോളുകളും 1 അസിസ്റ്റുമാണ് ലയണൽ മെസ്സി സ്വന്തമാക്കിയത്. MLS-ന്റെ കാണികൾക്ക് മുന്നിൽ ലയണൽ മെസ്സി പറയുകയാണ് ഗോഡ് ഈസ് ആൾവേസ് ഗോഡ്. എന്താ പറയുക അല്ലേ, മെസ്സിക്ക് ഒരു കിട്ടില്ലെന്ന് തന്നെ. ഈ ഒരു 3 മാച്ചിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ മോൺട്രിയലിനെതിരെയുള്ള സോളോ ഗോൾ പീക്ക് ലെവലാണ്. ന്യൂ ഇംഗ്ലണ്ടിനെതിരെയുള്ള ആ സർജിയോ ബുസ്കറ്റ്സിന്റെ പാസിലുള്ള 1 ടച്ച് ഗോൾ അതും കിട്ടില്ലാണ്. ലാസ്റ്റ് നാഷ്വിലിനെതിരെയുള്ള ഫ്രീ കിക്ക് ഗോൾ 3 പീക്ക് ലെവൽ ഗോളുകളാണ് അല്ലേ. എന്താ പറയാ, മെസ്സി ഈസ് ആൾവേസ് മെസ്സി. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. മെസ്സിയുടെ ഗോളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമന്റുകളും കാര്യങ്ങളും നമ്മളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മാൻ.